IPL-ന്റെ 18ാം സീസണിൽ ആരാധകരെ ഏറ്റവും അധികം നിരാശപ്പെടുത്തിയ ടീമുകളിലൊന്നാണ് ആദ്യ സീസണിലെ ജേതാക്കളായ രാജസ്ഥാൻ റോയൽസ്. കഴിഞ്ഞ 3 സീസണുകളിൽ 2 തവണയും പ്ലേ ഓഫിൽ എത്താനും ഇതിലൊന്നിൽ ഫൈനൽ കളിക്കാനും അവർക്കായിരുന്നു. എന്നാൽ ഈ സീസണിൽ ഇതുവരെയുള്ള പ്രകടനവും ടീമിന്റെ ലൈനപ്പ് നോക്കുമ്പോൾ റോയൽസ് പ്ലേ ഓഫിൽ കടക്കാനുള്ള സാധ്യത തീരെ കുറവാണെന്ന് തന്നെ പറയാം. വലിയ പ്രതീക്ഷയോടെ ഈ സീസണിന് മുന്നോടിയായി റോയൽസ് നിലനിർത്തിയവരിൽ പലരും മോശം പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇക്കൂട്ടത്തിൽ യുവ വിക്കറ്റ് കീപ്പർ ധ്രുവ് ജുറേലിനെയും കാണാം. ഭാവി വാഗ്ദാനങ്ങളിൽ ഒരാളെന്ന നിലയിലാണ് 14 കോടി രൂപ മുടക്കി ജുറേൽ റോയൽസ് നിലനിർത്തിയത്. പക്ഷെ IPL-ലോ അന്താരാഷ്ട്ര ക്രിക്കറ്റിലോ ഇതുവരെ കാര്യമായി ഒന്നും ചെയ്തിട്ടില്ലാത്ത അദ്ദേഹത്തെ ഇത്രയും വലിയ തുക മുടക്കി നിലനിർത്തേണ്ടിയിരുന്നോ എന്നതാണ് ചോദ്യം. ഈ തുകയോട് ഒരിക്കലും നീതി പുലർത്താൻ ജുറേലിനായിട്ടില്ല. ഇനി അതിന് കഴിയുമോ എന്നതും സംശയമാണ്. ജുറേലിന് 14 കോടിയിൽ താഴെ രൂപയ്ക്ക് 5 മികച്ച കളിക്കാരെ കഴിഞ്ഞ മെഗാലയലത്തിൽ റോയൽസിന് സ്വന്തമാക്കാൻ കഴിയുമായിരുന്നു. ഒരു സൂപ്പർ താരത്തിന് IPL-ൽ ലഭിക്കുന്ന ശമ്പളമായ 14 കോടി രൂപയാണ് ധ്രുവ് ജുറേൽ ഇപ്പോൾ രാജസ്ഥാൻ റോയൽസിന് ഏറ്റുവാങ്ങുന്നത്. പക്ഷെ ഇതുവരെയുള്ള പ്രകടനവും കരിയറും എടുത്താൽ ഇതിന്റെ പകുതി പോലും ശമ്പളം ജുറേൽ അർഹിക്കുന്നുണ്ടോ എന്നത് സംശയം തന്നെയാണ്. ജുറേലിനെ ഒഴിവാക്കിയിരുന്നെങ്കിൽ 14 കോടി എന്ന വലിയ തുക കൊണ്ട് 5 കിടിലൻ താരങ്ങളെ ലേലത്തിൽ റോയൽസിന് സ്വന്തമാക്കാൻ സാധിച്ചേനെ. വിവിധ ഫ്രാഞ്ചൈസികൾക്കൊപ്പം തകർപ്പൻ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്ന താരങ്ങളാണ് ഈ 5 പേരും. പഞ്ചാബ് കിങ്സിന്റെ മധ്യനിര ബാറ്റർ നെഹാൻ വധേര, ഡൽഹി ക്യാപ്റ്റൻസ് ഫിനിഷറായ അശുതോഷ് ശർമ്മ, റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ടീമിനായി മിന്നിക്കുന്ന ടിം ഡേവിഡ്, സൺറൈസേഴ്സ് ഹൈദരാബാദ് യുവതാരം അനികേത് വർമ്മ, ഡൽഹി ക്യാപ്റ്റൻസി സ്പിൻ ബൗളിംഗ് ഓൾറൗണ്ടർ വിപ്രാജ് നിഗം എന്നിവരാണ് ഈ 5 കളിക്കാർ. ഇപ്പോൾ ജുറേലിന് നൽകിക്കൊണ്ടിരിക്കുന്ന ശമ്പളത്തെക്കാൾ കുറഞ്ഞ തുകയ്ക്ക് ഇവരെല്ലാം ലേലത്തിൽ റാഞ്ചാൻ റോയൽസിന് സാധിക്കുമായിരുന്നു. പക്ഷെ മുഖ്യ കോച്ച് രാഹുൽ ദ്രാവിഡിന്റെയും ടീം മാനേജ്മെന്റിന്റെയും മണ്ടൻ തീരുമാനം കാരണം അവർക്ക് അതിനായില്ല. കഴിഞ്ഞ സീസണിന് ശേഷം തന്നെ ജുറേലിനെ ഒഴിവാക്കിയിരുന്നെങ്കിൽ 14 കോടി ലാഭിക്കാനും ഈ തുക ലേലത്തിൽ ബുദ്ധിപരമായി ചിലവഴിക്കാനും റോയൽസിന് സാധിച്ചേനെ. മുംബൈ ഇന്ത്യൻസ് വിട്ട് ഈ സീസണിലെ ലേലത്തിൽ 4.2 കോടി രൂപയ്ക്ക് പഞ്ചാബിലേക്ക് വന്ന ശേഷം കസറുകയാണ് വധേര. സീസണിൽ ടീമിനായി ഏറ്റവും അധികം റൺ എടുത്ത രണ്ടാമത്തെ താരമായി ഈ അൺക്യാപ്ഡ് ഇന്ത്യൻ ഓൾറൗണ്ടർ മാറിക്കഴിഞ്ഞിരിക്കുന്നു. 6 മത്സരങ്ങളിൽ നിന്ന് 46 ശരാശരിയിൽ 149.59 സ്ട്രൈക്ക് റേറ്റിൽ 184 റൺസാണ് വധേരയുടെ സമ്പാദ്യം. ഒരു 50യും ഇതിൽ ഉൾപ്പെടും. ഫിനിഷിംഗിലെ സ്പെഷ്യലിസ്റ്റായ അശുതോഷിനെ ലേലത്തിൽ 3.8 കോടി രൂപയ്ക്കാണ് DC സ്വന്തമാക്കിയത്.